ഗ്രേഡ് SI ആയിട്ടുള്ള ജയൻ, SCPO അജോ, ഷിനോജ്, ശ്യാം എന്നീ CPOമാർക്കും ഇവരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റു. ഒരു പോലീസുകാരൻ്റെ താടിയിൽ തകർന്നു, ഒരു പോലീസുകാരൻ്റെ പല്ലിളകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പോലീസ് ഇവരെന്ന് പെരുമാറാൻ തീരുമാനിച്ചു. പോലീസുകാർക്ക് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇടി കിട്ടുമ്പോൾ ഇവർ നോക്കി നിൽക്കില്ല. ആ പ്രതികരണം തന്നെയാണ് സംഭവിച്ചത്. ഇതിൽ പോലീസ് പറയുന്ന കാര്യം, പോലീസ് ഒരിക്കലും പോലീസാണ് ഇത് ചെയ്തതെന്ന് പറയില്ല. ചെയ്തു പറഞ്ഞാൽ മനുഷ്യാവകാശ ധ്വംസനം, അങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നീണ്ട നിര. ഇപ്പോൾ കമന്റ് ബോക്സിൽ കൈയടിക്കുന്ന പ്രബുദ്ധരെ കൂടാതെ മറ്റൊരു സംഘം പോലീസുകാരെ ആക്രമിക്കാൻ വരും. പോലീസിനെ പോലീസ് തല്ലി അല്ലെങ്കിൽ പോലീസ് ആക്രമിച്ചെന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും പാടത്ത് വീണ് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല, 2 കാല് വീണൊടിഞ്ഞു, കൈയും കാലും ഒക്കെ വീണൊടിഞ്ഞു. പോലീസ് നന്നായി പ്രതികരിച്ചു. പോലീസുകാരൻ്റെ താടിയിൽ തകർത്തു, ഒരാളുടെ പല്ലടിച്ചിളക്കി. അങ്ങനെ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നു. 6 പേരാണ് അറസ്റ്റിലായത്. നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് അൽത്താഫ്, അല്ലാഹുദ്ദീൻ, ഇബിൻ ആന്റണി, ബ്രഹ്മജിത്ത്, അഷിൽ ആന്റണി, ഷാർബിൽ, ഈ 6 പേരെയാണ് പിടികിട്ടിയത്. ബാക്കി 15 പേരടങ്ങുന്ന സംഘത്തിലെ 6 പേരെ പിടിച്ചു. ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണ്. ഈ കേരള പോലീസ് അതിന് പിന്നാലെയാണ് ഈ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവന. ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പെരുമാറി, പോലീസ് പോലീസിനെ പോലെ പെരുമാറി. പോലീസ് ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ ഈ നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ തീരുമായിരുന്നു.